2025 ലോകത്തിനും നമുക്കും ഇത് ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രവചനമാണ്. ജ്യോതിഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചനം നടത്തുന്നതിനെക്കാട്ടി മുമ്പിൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ജ്യോതിഷ ഫലം എന്ന് പറയുന്നത് നമ്മൾ പറയാൻ കാരണം നമ്മളുടെ നക്ഷത്രം വെച്ചിട്ട് ഇവിടെ പറയാൻ പോകുന്നില്ല. ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ ബാധിക്കും. കാരണം നമ്മൾ ലോകത്തിൻ്റെ ഭാഗമാണ്. ജ്യോതിഷം തന്നെ പറയുന്നത് ദുർനിമിത്തങ്ങൾ ഉണ്ടാകുമ്പോൾ ജ്യോതിഷം വെച്ചിട്ടുള്ള ഫലം പറയരുത്. ദുർനിമിത്തം എന്ന് പറഞ്ഞാൽ ഇപ്പം ഒരു ജാതകം തന്നെ നോക്കുന്ന സമയത്ത് ജാതകത്തിൽ നല്ല ഫലം പറയണമെന്ന് വെച്ചോ, ആ സമയത്ത് എന്തെങ്കിലും ദുർനിമിത്തം സംഭവിക്കുകയാണെങ്കിൽ ആ നല്ലത് പറയരുത് എന്നാണ്. അപ്പോൾ ലോകത്തിലൊരു വലിയ സംഭവവികാസങ്ങൾ, ദുർനിമിത്തങ്ങൾ, അവിചാരിതമായ പല മാറ്റങ്ങളും സംഭവിക്കുന്ന സമയത്ത് നമ്മൾ ജാതകത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഒരു പ്രളയം നടക്കുന്ന സമയത്ത് ഒരു ദേശം മുഴുവൻ പ്രളയം നടക്കുകയാണ്, അന്നേരം ജാതകം എടുത്ത് നോക്കിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. കാരണം അത് ദുർനിമിത്തങ്ങൾ നടക്കുന്ന സമയമാണ്. അതുപോലെ ലോകം ഇന്നൊരു വല്ലാത്ത പീരീഡിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ലോകം ഒരു മാറ്റത്തിൻ്റെ വക്കിലാണ്. അതെപ്പോഴും തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഒരു 5-8 വർഷത്തിന് മുമ്പോ മറ്റോ ആണെന്ന് തോന്നുന്നു. കച്ചവടക്കാരെല്ലാം പറയുന്നത് കേട്ടിട്ടുണ്ട്. 10 റുപ്യേൻ്റെ ബിസ്ക്കറ്റ് വാങ്ങണ്ടെങ്കിൽ തന്നെ ജനം 10 വട്ടം ചിന്തിക്കുകയാണെന്ന്. എന്തുകൊണ്ട്? സാമ്പത്തിക മാന്ദ്യം. സാമ്പത്തിക മാന്ദ്യം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കൊറോണ വന്നത്. അതോടുകൂടി ആകെ കുളമായി. അതിൻ്റെ ശേഷം പിന്നെ യുദ്ധം വന്നു. ഇതിപ്പം സിറിയയിലെത്തി നിൽക്കുകയാണ് യുദ്ധം. അപ്പം അങ്ങനെയുള്ളൊരു വലിയ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പ്രകൃതിക്ഷോഭങ്ങൾ, ഇതുവരെ നടക്കാത്ത സംഭവവികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളെല്ലാം ലോകത്തിൽ ഒരു വലിയ മാറ്റം നടക്കുന്ന സമയത്ത് നമ്മൾ ഈ ജാതകം നോക്കിയിട്ടുള്ള പ്രവചനത്തെക്കാളിയും പ്രാധാന്യം ലോകത്തിലുള്ള സംഭവവികാസങ്ങൾക്കാണ്. ഇപ്പം നമ്മളെ ജാതകത്തിൽ വളരെ മോശ സമയമാണെന്ന് വെച്ചോ, ഭക്ഷണം പോലും കഴിക്കാനുള്ള കിട്ടാത്ത സമയമാണ്, ദാരിദ്ര്യമാണ്. അപ്പോൾ ആ ഗവൺമെൻറ് ആ സമയത്ത് ഫ്രീ ആയിട്ട് ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ അത്രയും ആശ്വാസം നമുക്ക് കിട്ടും. അപ്പോഴത് പ്രത്യേകമുള്ള ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മളെ ജാതകത്തിലും സ്വാധീനിക്കും. അതാണ് ചില പ്രത്യേക അസ്വാഭാവികമായതാണ്. അങ്ങനെയുള്ള ഒരു സംഭവവികാസമാണ് ലോകത്തിലിപ്പം കുറച്ചു കാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതെപ്പോഴാണ് തുടങ്ങിയത്? ആഗോളവൽക്കരണത്തിൻ്റെ ശേഷം. ആഗോളവൽക്കരണം നല്ലൊരു പ്രവൃത്തിയായിരുന്നു. ലോകം മുഴുവൻ ഒന്നായിട്ടുണ്ട്. പക്ഷെ അതിൽ മുതലാളിത്ത രാഷ്ട്രങ്ങൾ ചിന്തിച്ചെന്താണ്? നമ്മളെ സാധനങ്ങൾ ലോകത്തിൽ എല്ലായിടത്തും കൊണ്ടുപോയി വിൽക്കാമെന്നുള്ളത്. നമുക്കും അങ്ങോട്ട് വെക്കാം, എന്നാൽ അവരോട് കോമ്പറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ അത് പൊടിക്കുന്ന സമയത്താണ് ചൈനയും റഷ്യയും കയറിയിട്ട് കച്ചവടത്തിനിറങ്ങിയത്. അതോടുകൂടിയാണ് എന്ത് സംഭവിച്ചത്? കച്ചവടമെല്ലാം ചൈനയും, എണ്ണേൻ്റെ കച്ചവടം റഷ്യയും, മറ്റുള്ള കച്ചവടമെല്ലാം ചൈനയും കയറി പിടിച്ചു. ചൈന ഇറങ്ങിയത് ഏകദേശം 2001 അവസാനമാണ്. 2002 എന്ന് പറയാം. ഇപ്പോൾ ഏകദേശം 22 വർഷമായി. പക്ഷെ ഇറങ്ങിയ ഉടനെ ഒന്നും കച്ചവടത്തിന് ഇറങ്ങാൻ പറ്റില്ല. അതിന് കുറച്ച് കാലം പിടിക്കുമല്ലോ. അപ്പോൾ ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഒരു 10-15 വർഷമായിട്ടെന്ന് ഏകദേശം കണക്കിലെടുക്കാം. നമ്മുടെ മഹാഭാരത യുദ്ധവും 10-15 വർഷം എന്നാണ് പറഞ്ഞത്. മഹാഭാരത യുദ്ധവും 18 ദിവസമാണ്. അപ്പം ദേവന്മാരുടെ ദിവസം മനുഷ്യന്മാരുടെ വർഷമായിട്ട് എടുക്കുന്നുണ്ട്. പനലിൽ ഒരു 18 ഘട്ടമായിട്ടും എടുക്കാം, ഒരു 10-18 വർഷത്തോളം എന്ന് പറയാം ഏകദേശം. അപ്പോൾ അത്രയുള്ള മഹാഭാരത യുദ്ധത്തിൻ്റെ സമയം, 3-ാം ലോകമഹായുദ്ധം തുടങ്ങിയത് എപ്പോഴാണ്? ചൈന കച്ചവടത്തിൽ ഇറങ്ങിയ ആ നിമിഷം മുതലാണ്. അതാണ് ലോകക്രമം മാറാൻ പോകുന്നത്. അത് ഒരു 18 വർഷത്തോളം. നാളെ 2025 ഫലം പറയുമ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു 3-4 വർഷം കൂടി പോകും എന്നാണ് ഇനിയുള്ള ഘട്ടം. അങ്ങനെ വരുമ്പോൾ ഒരു 10-18
വർഷം എന്ന് പറയുന്നത് മൂന്നാം ലോകമഹായുദ്ധത്തിൻ്റെ മഹാഭാരത യുദ്ധത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതൊരു ദുർനിമിത്തമാണ്. അതുകൊണ്ടാണ് ലോകത്തിൽ പല സംഭവവികാസങ്ങളും നടക്കുന്നത്. ആ സമയത്ത് ലോകത്തിലുണ്ടാകുന്ന ഫലങ്ങളെല്ലാം നമ്മളും അനുഭവിച്ചേ പറ്റൂ. അതിൽ നിന്ന് മാറാൻ പറ്റില്ല. വേദം തന്നെ പറയുന്നത്, വേദവ്യാസം പറയുന്നത്, ഈ യുദ്ധത്തിൽ നിന്ന് ആർക്കും മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ളൊരു സമയത്ത് നമ്മൾ കയറിയിട്ട് ജാതകത്തെക്കാട്ടിയും പ്രാധാന്യം എന്തിനു കൊടുക്കണം? ഈ ലോകത്ത് നടക്കുന്ന അതൊരു ദുർനിമിത്തങ്ങളുടെ സമയമാണ്. ഒരു വലിയ മാറ്റം സംഭവിക്കുന്ന സമയമാണ്. നോർമൽ സമയത്താണ് ജാതകത്തിന് പ്രാധാന്യം. ഈ ഘട്ടത്തിൽ ലോകത്തിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മളെ സ്വാധീനിക്കാൻ പോകുന്നത്. നമ്മളതിൽ പങ്കെടുത്തേ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം നടന്നതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ 2024 കമ്പയർ ചെയ്യുമ്പോൾ 2024 എന്നത് 2025-നും ഇനി വരുന്ന 4 വർഷത്തെയും അപേക്ഷിച്ച് വളരെ മോശമായ ഒരു കോംപ്ലിക്കേറ്റഡായ പീരീഡാണ്. കോംപ്ലിക്കേറ്റഡായ പീരീഡ് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൻ്റെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം എന്ന് പറയുന്നത് ആയുധം വെച്ചിട്ടുള്ള യുദ്ധമല്ല. നമ്മൾ മഹാഭാരത കഥയിലേക്കൊന്ന് നോക്കൂ. ഭീഷ്മരെല്ലാം ആയുധം താഴെ വെക്കുകയാണ് ചെയ്തത്, തോറ്റിട്ടൊന്നുമല്ല. കള്ളപ്രചരണങ്ങൾ, ഇന്നാൾ മരിച്ചു എന്നുള്ള പറഞ്ഞപ്പോൾ അശ്വത്ഥാമാവ് മരിച്ചു എന്നെല്ലാം പറയുമ്പോൾ ഒരാൾ ആയുധമെല്ലാം താഴെ വെക്കുകയാണ്. അതുകൊണ്ട് എല്ലാ കള്ളപ്രസ്താവനകൾ അടിച്ചിട്ടാണ്, അല്ലാതെ നേർക്കുള്ള യുദ്ധമല്ല. വല്ലവരെയും മുന്നിൽ പിടിച്ചിട്ട് നേരിട്ട് ഏറ്റുമുട്ടാതെ യുദ്ധമാണ്. അതെല്ലാം നമ്മൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രസ്താവനകളുടെ, കള്ളപ്രസ്താവനകളുടെ, മാധ്യമങ്ങളുടെ വെച്ചിട്ടുള്ള കാച്ചൽ, ആയുധങ്ങൾ വല്ലവരൊക്കെ കൊടുത്തിട്ട് അവരെ കൊണ്ട് അടുപ്പിക്കുക, മതങ്ങളെയെല്ലാം പിടിച്ചിട്ട് നടുവിലിട്ടിട്ട് തമ്മിൽ. എന്തുകൊണ്ട്? അല്ലെങ്കിൽ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിച്ചിട്ട് ഇവർ നേരിട്ട് അടിച്ചു കഴിഞ്ഞാൽ. അപ്പം കള്ളപ്രസ്താവന, കള്ളക്കളികളിലൂടെയെല്ലാം യുദ്ധം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് വെറും ആയുധം വെച്ച് തന്നെയല്ല. ആയുധത്തെക്കാട്ടിയും തന്ത്രങ്ങൾക്ക്, അത് കള്ളത്രാണത്തിലൂടെ തന്നെയാണ് യുദ്ധം ജയിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കള്ളത്രാണം തന്നെയാണ് ഇപ്പോഴും പ്രയോഗിക്കുന്നത്. അപ്പോൾ സംഭവിക്കുന്നത്, നമ്മൾ ഒരു യുദ്ധം എന്ന് കാണുമ്പോൾ യുദ്ധത്തെ ആ ആയുധം വെച്ച് മാത്രം ചിന്തിക്കരുത്. കാരണം നമ്മളിപ്പോൾ ഇന്ന് ആരെങ്കിലും ഒരു നെറ്റ് കട്ട് ചെയ്തു എന്ന് ചിന്തിച്ചു നോക്കും. യുദ്ധമൊന്നും എടുക്കുന്നില്ല, പക്ഷെ എന്താ പറ്റുന്നത്? നമ്മളെല്ലാം കഷ്ടപ്പെട്ടു. ആ നെറ്റില്ലെങ്കിൽ, ഇൻ്റർനെറ്റെല്ലാം പോയി കഴിഞ്ഞാൽ നമ്മൾ ATM ഒന്നും വർക്ക് ചെയ്യാൻ പറ്റില്ല, എല്ലാം സ്തംഭിച്ചു. ആയുധം വെച്ചാണ്. ഉദാഹരണമായിട്ട് റഷ്യയിൽ നിന്ന് എണ്ണ ജർമ്മനിയിലേക്ക് പോകുന്നത് കട്ട് ചെയ്തു, ആരോഗ്യരീതി കട്ട് ചെയ്തു. അതോടുകൂടി ജർമ്മനിയിൽ ആകെ പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ആ പ്രശ്നം തീർന്നിട്ടില്ല. അപ്പം യുദ്ധം ഇങ്ങനെ തന്ത്രത്തിലൂടെയും കള്ളത്രാണത്തിലൂടെയുള്ള എല്ലാം പരിപാടികളാണ്. അപ്പം യുദ്ധവും അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ട്. ആ ഘട്ടം ഈ 2025 വളരെ മോശമായി മാറുകയാണ്. അതിനൊരു തുടക്കം കുറിക്കുകയാണ്. മഹാഭാരത യുദ്ധം എന്ന് പറയുന്നത് 18 ദിവസമാണ്. 18 ദിവസം എന്ന് പറയുന്നത് ദേവന്മാരുടെ ദിവസമാണെങ്കിൽ മനുഷ്യരുടെ വർഷമായിട്ട് എടുക്കാം. അല്ലെങ്കിൽ ചൈന ഇറങ്ങിയത് എപ്പോഴാണ്? ഒരു 10-15 വർഷത്തിന് മുമ്പിലാണ്. അപ്പോൾ ഇനി ഒരു വർഷം കൂടിയാകുമ്പോൾ 18 ഏകദേശം അത് എത്തും. അതുപോലെ തന്നെയാണ് ഈ ഫലവും പറയാൻ പോകുന്നത്. ഒരു 3-4 വർഷത്തോളം ഈ അവസ്ഥയിലേക്ക് ഇനി തുടരും. 2025 മുതൽ വളരെ മോശമായൊരു ഘട്ടമാണ്. യുദ്ധവും ഉണ്ടാകാം, അതേസമയം പ്രകൃതിക്ഷോഭങ്ങളും എന്തെല്ലാം അതിനനുസരിച്ചിട്ടുള്ള ദുർനിമിത്തങ്ങളും സംഭവിക്കാം, എല്ലാം സംഭവിക്കാം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക എന്തായിരുന്നു? ട്രംപ് വന്നു കഴിഞ്ഞാൽ എല്ലാം ശാന്തിയാണ്, യുദ്ധമെല്ലാം തീർത്തിട്ട് എനിക്ക് നല്ലോണം ഭരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ട്രംപ് വന്നിരുന്നത്. ട്രംപ് അതിനെല്ലാം ശ്രമിക്കുകയെല്ലാം ചെയ്യും. പക്ഷേ
ബിസിനസ് പരമായ ഏറ്റുമുട്ടലുകൾ ട്രംപിന് നിർത്താൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. യുദ്ധം മാത്രമല്ല, പക്ഷേ ബിസിനസ് പരമായിട്ടുള്ള ഏറ്റുമുട്ടലുകൾ വരുമ്പോൾ യുദ്ധമായി പിന്നാലെ കീരി വന്നോളും. അതുകൊണ്ട് നമ്മൾ ധരിക്കുന്ന പോലെ ട്രംപ് ഭരണത്തിൽ ജാനുവരി 20 കയറിക്കഴിഞ്ഞാൽ വരാൻ പോകുന്ന ദിവസങ്ങൾ ഇതുവരെ എന്താണ് ഉണ്ടായത് 2024 അപേക്ഷിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള ഒരു പീരീഡിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അങ്ങനത്തെ പീരീഡ് ഞാൻ പറഞ്ഞല്ലോ മുമ്പുണ്ടായി. കൊറോണേൻ്റെ പീരീഡ്, യുദ്ധം തുടങ്ങിയ പീരീഡ് റഷ്യയുമായിട്ട്, പിന്നെ ഗാസ യുദ്ധം തുടങ്ങി, അതെല്ലാം വലിയ വലിയ പീരീഡുകൾ തന്നെയാണ്. പക്ഷേ അതിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പീരീഡിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. 2025 മാത്രമല്ല, 26, 27, 28 അല്ല ഇതേമാതിരി തന്നെ പോകാൻ പോവുകയാണ്. അപ്പോൾ 25 മാത്രം ഇപ്പം പറയാം, അതിൻ്റെ ശേഷമുള്ളത് ആ വർഷം പറയാം. ഇപ്പോൾ 25 നമ്മൾ കടക്കുമ്പോൾ ഏറ്റവും മോശമായി കാണുന്നത് ഫെബ്രുവരി 2025 ഫെബ്രുവരി പകുതി മുതലാണ്. ഫെബ്രുവരി മുതൽ എല്ലാവരും, ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരുമാതിരി ഏറ്റുമുട്ടലിൻ്റെ തയ്യാറെടുപ്പിലേക്ക് നീങ്ങും. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഡെവലപ്പായിട്ട് വരും. ഏറ്റുമുട്ടലുകളിലേക്ക് നീങ്ങാൻ തുടങ്ങും. അതിനുള്ള തയ്യാറെടുപ്പ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റും. ഓരോ സംഭവവികാസങ്ങൾ ഇങ്ങനെ പൊങ്ങി വരും. ജനുവരി 20 ട്രംപ് ഭരണം ഏറ്റെടുക്കുന്നത്. ചില നടപടികളിലൂടെയൊക്കെ ആയിരിക്കാം. എന്തായാലും ഫെബ്രുവരി ഒരു പകുതിയാകുമ്പോൾ എല്ലാവരും ഒരു ഏറ്റുമുട്ടലിന് തയ്യാറായി നിൽക്കുന്ന ഒരു തരത്തിൽ നമുക്ക് പ്രത്യക്ഷത്തിൽ അനുഭവപ്പെടും. ലോകം തന്നെ ചിന്തിക്കുക, ഇവിടത്തേക്കാണ് ഇവർ കൊണ്ടുപോകാൻ പോകുന്നത് ലോകത്തെ എന്ന നിലയിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് ലോകം മാറും ഫെബ്രുവരി പകുതിയോടുകൂടി. അത് മാർച്ച് പകുതിയാകുമ്പോഴേക്ക് അത് അതിൻ്റെ തീക്ഷ്ണഭാവത്തിലേക്ക് കടക്കും. ഒരു മൂർധന്യത്തിൽ ഒരു ഏറ്റുമുട്ടലിൻ്റെ വക്കിലേക്ക് വരും. അപ്പം ഫെബ്രുവരി 15 മുതൽ തന്നെ കാലാവസ്ഥയിലും വലിയ പ്രശ്നങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങളെല്ലാം നാട്ടിൽ നടക്കാം. അത് തീക്ഷ്ണമായിട്ട് വരും മാർച്ച് പകുതിയാകുമ്പോഴേക്ക്. മാർച്ച് 10 ഒരു ശരിയായ ഏറ്റുമുട്ടലിൻ്റെ വക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങും. ലോകത്തിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം വരെ ചിലപ്പോൾ ചില തകരാറുകളെല്ലാം നേരിട്ടേക്കാം. ബിസിനസ് പരമായിട്ടുള്ള പല തടസ്സങ്ങളും ഉണ്ടാവുക, ബിസിനസ്സിന് തടസ്സങ്ങൾ ഉണ്ടാവുക, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിനെല്ലാം പല തകരാറുകൾ സംഭവിക്കുക, യാത്രകളെ കൊണ്ടുള്ള, അതായത് വാഹനങ്ങളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ, അതായത് യുദ്ധത്തിൻ്റെ ഒരു പ്രതീതി തന്നെയാണ് അപ്പോൾ കാണുന്നത്. ഒരു വല്ലാത്ത തരത്തിലുള്ള അവസ്ഥയിലേക്ക്, കാലാവസ്ഥയിലുള്ള പ്രകൃതിക്ഷോഭങ്ങൾ, ഇതെല്ലാം കച്ചവടത്തിലുള്ള മാന്ദ്യങ്ങളെല്ലാം ജനം അനുഭവിക്കാൻ തുടങ്ങും. സാമ്പത്തികപരമായിട്ടുള്ള മാന്ദ്യങ്ങളെല്ലാം ജനം അനുഭവിക്കാൻ തുടങ്ങും മാർച്ച് പകുതിയാകുമ്പോഴേക്കും. അത് കഴിഞ്ഞിട്ട് ഒരു മാർച്ച് 29 ആകുമ്പോഴേക്ക് അത് അതിൻ്റെ പാരമ്യതയിലെത്തും. മതങ്ങളെയെല്ലാം അതിൻ്റെ ഇടക്ക് കയറിയിട്ട് ഞെരിഞ്ഞമരുന്ന ഒരവസ്ഥയിലേക്ക് വരും. മതങ്ങളും എല്ലാം അതിൻ്റെ അകത്ത് കയറി ഇടപെട്ട് ഒരു വല്ലാത്ത ഒരവസ്ഥയായിരിക്കും മാർച്ച് 29 ആകുമ്പോഴേക്ക് സംഭവിക്കാൻ പറ്റുന്നു. 29ഓടുകൂടി അതതിൻ്റെ മൂർധന്യ അവസ്ഥയിലെത്തിക്കെത്തുകയാണ് മാർച്ച് 29ഓടുകൂടി. മതങ്ങളെല്ലാം അതിൻ്റെ ഇടക്ക് കയറിയിട്ട് പ്രശ്നങ്ങളെ ആകെ ഗുരുതരമാക്കിയിട്ട് മാറ്റും. മാർച്ച് 29 കഴിഞ്ഞിട്ടുള്ള കാലഘട്ടം വളരെ മോശമാണ്. അത് നമ്മൾ വളരെ ആ കാലഘട്ടത്തിൽ എന്തെല്ലാം പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവുക എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളൊരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ലോകം പോകാൻ പോകുന്നത്. നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് ലോകം പോകാൻ പോകുന്നത് മാർച്ച് 28 കഴിയുമ്പോൾ. പിന്നെ ഏപ്രിൽ പകുതി കഴിയുമ്പോൾ ഒരു ചെറിയൊരു ആശ്വാസം
അതിന് വരും. പക്ഷേ അത് മാറ്റമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ വലിയ ഒരു ദുർഘടഘട്ടം എന്ന് പറയുന്നത് ഒരു ഏപ്രിൽ പകുതി കഴിയുമ്പോൾ ആ ദുർഘടഘട്ടത്തിൻ്റെ കുറച്ച് ശമനമുണ്ടാകും. എല്ലാവർക്കും കുറച്ചൊരു പുനർചിന്തനം നടത്താനുള്ള ഒരു ചിന്താഗതി ഉണ്ടാകും. പക്ഷേ എന്നാലും ആ ഘട്ടം ഏകദേശം അങ്ങനെ കുറച്ചു കാലം പോകും. പിന്നെ ഒരു ജൂലൈ 15-20 വരെ അതൊരു കുറച്ച് ഗ്രാജുവലായിട്ട് കുറഞ്ഞു വരും. പക്ഷേ ഒരു ജൂലൈ 20 കഴിയുമ്പോൾ പിന്നെ അതൊരു കുറച്ച് തീക്ഷ്ണമായ സ്വഭാവത്തിലേക്ക് കടക്കും. പിന്നെ അത് പ്രശ്നങ്ങൾ ഗുരുതരമായി വേറെ വല്ല പ്രശ്നങ്ങളും കൊണ്ട് അല്ലെങ്കിൽ കാലാവസ്ഥയിലുള്ള വ്യതിയാനങ്ങൾ ഉണ്ടാക്കുക. അതുകൊണ്ട് പിന്നെ അതൊരു ജൂലൈ 20 കഴിയുമ്പോൾ കൂടുതൽ പിന്നെയും വഷളാകാൻ തുടങ്ങും. അങ്ങനെ അത് ഏകദേശം ഒരു ഓഗസ്റ്റ് കഴിയുന്നത് വരെ അതങ്ങനെ തന്നെ കുറച്ച് പ്രശ്നങ്ങളോടുകൂടി തന്നെ പോകും. അത് പിന്നെ ഒരു പരിഹാരം കാണിക്കൽ ഏകദേശം ഒരു ഒക്ടോബർ മാസം വരെ അങ്ങനെ തന്നെ അത് ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഓരോ പ്രശ്നങ്ങളായി കൊണ്ടുപോകും. പിന്നെ ഒരു ഒക്ടോബർ കഴിയുമ്പോഴാണ് പിന്നെ ഒരു ശാന്തത ലഭിക്കുന്നത്. ഒരു ഒക്ടോബർ കഴിയുമ്പോൾ പിന്നെ ഇതിനെല്ലാം ഇതുവരെ നടന്ന സംഭവങ്ങളെല്ലാം പിന്നെ കുറച്ച് മയക്കും. ഒരു ഒക്ടോബർ കഴിയുമ്പോൾ ഒക്ടോബർ മുതൽ പിന്നെ കുറച്ച് കാലത്തേക്ക് അങ്ങനെയുള്ളൊരു ഘട്ടമായിരിക്കും. പിന്നെ ഒക്ടോബർ, നവംബർ, ഡിസംബർ അതെല്ലാം പിന്നെ ഒരുമാതിരി ആവറേജ് ആയിട്ട് അങ്ങ് പോകും. പിന്നെ ആദ്യ പ്രശ്നം തുടങ്ങുന്നുണ്ട്. അടുത്ത 2026 മാർച്ച് തുടങ്ങുമ്പോൾ ഇതേമാതിരി പിന്നെ ആദ്യ പ്രശ്നങ്ങൾ തുടങ്ങിയാണ്. ഇങ്ങനെ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ 25-ന് ശേഷമുള്ള 26-ലുള്ള കാര്യം അന്നേരം പറയാം. എന്തായാലും ഒരു ഒക്ടോബർ വരെ, അത് ഫെബ്രുവരി പകുതിക്ക് ശേഷം ഒക്ടോബർ വരെയുള്ള പീരീഡ് വളരെയധികം മാറ്റങ്ങളുടെ ഒരു സമയമാണ്. അപ്പോൾ ആ മാറ്റങ്ങളെല്ലാം നമ്മളെല്ലാം പിടിച്ചു വിലക്കുന്നത് തന്നെയായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ജാതക ഫലത്തെക്കാട്ടിയും പ്രാധാന്യം ഈ സംഭവവികാസങ്ങൾക്കുണ്ട്. കാരണം നമ്മളെ നാട്ടിലെല്ലാം നടക്കുന്ന സംഭവവികാസങ്ങളെല്ലാം നമ്മളെ ഡയറക്റ്റ് എഫക്റ്റ് ചെയ്യുന്നതാണ്. വലിയൊരു മാറ്റത്തിൻ്റെ പീരീഡാണിത്. അതിനും 4 വർഷത്തോളം ഉണ്ട്. അതിൽ ഈ വർഷത്തിലാണ് ഏറ്റവും കൂടുതൽ അത് തുടങ്ങുന്ന, അതിൻ്റെ ഒരു തുടക്കമെന്ന് പറയാം. ഇനിയുള്ളൊരു 4 വർഷത്തെ 3.5-4 വർഷത്തിൻ്റെ ഇടയ്ക്കുള്ളതിൻ്റെ വലിയൊരു ഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ, മഹാഭാരത യുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ, അല്ലെങ്കിൽ 3-ാം മഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ തുടക്കമാണ് അടുത്ത ഫെബ്രുവരി പകുതി മുതൽ ആരംഭിക്കാൻ പോകുന്നത്. അത് ഒക്ടോബർ വരെ വളരെ പ്രകടമായിരിക്കും ഈ വർഷം 2025. അതിൻ്റെ വർഷത്തിന് ശേഷമുള്ള സംഭവവികാസങ്ങൾ ഇനിയും 2-3.5 വർഷമുണ്ട്. 25 അടക്കം 3.5-4 വർഷത്തോളം ഉണ്ട്. അപ്പോൾ 25-ന് ശേഷമുള്ളത് അപ്പോഴത്തെ ഗ്രഹനിലകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ പറയാം. അപ്പോൾ 2025-ൻ്റെ ഫലം ഇതാണ്. ഇത് മനുഷ്യരെ എല്ലാം എഫക്റ്റ് ചെയ്യുന്നതാണ്. നമ്മളുമെല്ലാം ഇതിൽ പങ്കെടുക്കേണ്ടി, നമ്മളെല്ലാം ഇതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകേണ്ടി വരും. നമ്മളെല്ലാം ഇതിൻ്റെ ഫലങ്ങൾ കണ്ടുകൊണ്ട് പോകാതിരിക്കാൻ നമുക്ക് പറ്റില്ല. ഇനി ഓരോ വ്യക്തികളെ പറ്റിയിട്ടുള്ളത് അത് നോർമൽ കേസിൽ ചിന്തിക്കണം, ജനറലാണ്. പക്ഷെ അതെല്ലാം ഇതിൻ്റെ അകത്തേ വരികയുള്ളൂ.